ബീഹാറിൽ പാലങ്ങൾ തകർന്നു വീഴുന്നത് തുടരുകയാണ്. ഗംഗാനദിക്ക് കുറുകെ നിർമ്മാണത്തിലിരുന്ന സുൽത്താൻഗഞ്ച് അഗുവാനി പാലത്തിന്റെ ഭാഗമാണ് ഏറ്റവും ഒടുവിൽ തകർന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കേറ്റില്ലെങ്കിലും ബീഹാറിന് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് അടിക്കടി ഉണ്ടാകുന്ന പാലം തകർച്ചകൾ. നിർമ്മാണം തുടങ്ങി 9 വർഷത്തിനിടെ ഇത് 3ാം തവണയാണ് ഇതേ പാലം വിവിധ ഘട്ടങ്ങളിലായി തകരുന്നത്. 3.5 കിലോമീറ്ററിനടുത്ത് നീളമുള്ള പാലം 1710 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത്. പാലത്തിന്റെ വിവിധ ഭാഗങ്ങൾ തുടർച്ചയായി തകർന്നത് നിർമ്മാണത്തിന്റെ ഗുണനിലവാരത്തെയും പദ്ധതിയുടെ അലൈൻമെന്റിനെയും കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. SK സിംഗ്ല കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് നിർമ്മാണ കരാർ. അതേസമയം പാലം തകർന്നതുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ വിശദീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. പാലം തകരുന്നതിന്റെ ദൃശ്യം സമീപത്തുള്ളവർ പകർത്തിയത് പുറത്തു വന്നിട്ടുണ്ട്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നു. ഭഗൽപൂർ ജില്ലയിലെ സുൽത്താൻഗഞ്ചിനെയും ഗഗാരിയ ജില്ലയിലെ അഗുനിഘട്ടിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാലം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ സ്വപ്ന പദ്ധതിയാണ്. പാലത്തിന്റെ 9-10 തൂണുകൾക്കിടയിലുള്ള ഭാഗമാണ് തകർന്നു വീണത്. നദിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കഴിഞ്ഞ 1 മാസമായി നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. നേരത്തെ ജൂൺ 4-നാണ് ഇതിനു മുമ്പ് പാലം തകർന്നത്. നിലവാരമില്ലാത്ത നിർമ്മാണമാണ് നടക്കുന്നതെന്ന വിമർശനം അന്നു തന്നെ ഉയർന്നിരുന്നു. തൂണുകൾക്കിടയിലെ ഭാഗമാണ് അന്നും തകർന്നത്. അതിനു മുമ്പ് 2022 ജൂൺ 30-നാണ് പാലം തകർന്നത്. 5-6 തൂണുകൾക്കിടയിലുള്ള ഭാഗമാണ് അന്ന് തകർന്ന് ഗംഗയിലേക്ക് വീണത്. 2014 മാർച്ച് 9-നാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. മോശം നിർമ്മാണ ഉപകരണങ്ങളുടെ ഉപയോഗമാണ് പാലം തകർന്നതിന് കാരണമായത് എന്ന് അന്ന് വിമർശനം ഉയർന്നിരുന്നു. പാലം തകർച്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഉത്തരവാദികളെ കണ്ടെത്തി അവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ അദ്ദേഹം സംസ്ഥാന റോഡ് നിർമ്മാണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. 2020 മാർച്ചോടെ പാലം പണി പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നീണ്ടുപോകുകയാണ്. ഇപ്പോൾ നടന്ന സംഭവം ഭഗൽപൂരിലെയും ഗഗാരിയയിലെയും ജനങ്ങൾക്കും സർക്കാരിനും വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഇതുവരെയും പാലത്തിന്റെ 45% മാത്രമാണ് പൂർത്തിയായത്. ബീഹാറിൽ ഈ വർഷം തകരുന്ന 12ാമത്തെ പാലമാണിത്. വർദ്ധിച്ചു വരുന്ന പാലം തകർച്ചകളിൽ ആശങ്ക ഉയർന്നതോടെ നിതീഷ് കുമാർ സർക്കാർ ഈ വർഷം ആദ്യം 15 എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം ബീഹാറിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലങ്ങളുടെ തകർച്ചയിൽ സുപ്രീം കോടതിയുടെ അടിയന്തര പരിഗണന വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷകൻ ബ്രജേഷ് സിംഗ് പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചിരുന്നു.